എല്ലാവർക്കും വീണ്ടും ഒരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് നോക്കാൻ പോകുന്നത് ആക്ഷൻസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് കാർഡ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ലിങ്ക് യൂസ് ചെയ്ത് ആ ഒരു ആക്ഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ഷൻ ഫയൽ കിട്ടുന്നത് ആയുഷ്മാൻ എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഫയലായിരിക്കും. ഈ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. അഥവാ ഫോട്ടോഷോപ്പ് CS3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ CS3 തൊട്ട് മുകളിലോട്ടുള്ള ഏതെങ്കിലും വെർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. ഇനി ഫോട്ടോഷോപ്പ് 7.0 ഒക്കെ യൂസ് ചെയ്യുന്നവർ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ട്, അത് ഓപ്പൺ ചെയ്യണം. സാധാരണ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പ്ലേ ബട്ടൺ പോലെ ഒരു ചെറിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. ഇനി ആ ഒരു പ്ലേ ബട്ടൺ നമുക്കിവിടെ കണ്ടിട്ടില്ലെങ്കിൽ വിൻഡോ എന്ന് പറഞ്ഞ മെനു കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. വിൻഡോയെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ഷൻസെ ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ മെനു ഓപ്പണായി വരുന്നതാണ്. ഇതിൽ നമുക്ക് ഈ ആരോ മാർക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 3 ആരോ മാർക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 3 വര കൊടുത്തിട്ടുണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഡ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ലോഡ് ആക്ഷനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത ആക്ഷൻ ഫയൽ ഇതിനകത്ത് ലോഡ് ചെയ്ത് കൊടുക്കണം. ഡൗൺലോഡ് ആയ ആക്ഷൻ ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ആക്ഷൻ ഫയൽ ഇതിനകത്തോട്ട് ആഡ് ആകുന്നതാണ്. ഫോട്ടോഷോപ്പ് 7.0 യൂസ് ചെയ്യുന്നവരുടെ ശ്രദ്ധിക്കുക, ഫോട്ടോഷോപ്പ് CS3 എങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം 7.0 വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മിനിമം ഒരു CS3 എങ്കിലും യൂസ് ചെയ്യുക. അതിന് മുന്നോട്ടുള്ള വേർഷൻസ് ആണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ CS3 ഇൻസ്റ്റാൾ ചെയ്യുന്നത് അടുത്ത ട്യൂട്ടോറിയലിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് കാർഡ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുക. PDF ആയിരിക്കണം ഓപ്പൺ ചെയ്യുന്നത്. സ്ക്രീൻഷോട്ട് അയച്ച് വന്നേക്കുന്നതൊന്നും ഓപ്പൺ ചെയ്യരുത്, അതിൻ്റെ ഒരു സൈസ് ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. PDF ഡൗൺലോഡ് ചെയ്തിട്ട് ആ PDF തന്നെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുക. PDF ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് F10 എന്നൊരു ഫംഗ്ഷൻ കീയിൽ പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. F10 ഫംഗ്ഷൻ കീ ഇതിനകത്ത് ഷോർട്ട് കട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ F10 ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തിട്ടും ആക്ഷൻ പ്ലേ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ വിൻഡോസിൽ നിന്നും ആക്ഷൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ഇവിടെ കാണാം. നമുക്ക് ആ ആക്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ പ്ലേ ബട്ടൺ ഉണ്ട്, ആ പ്ലേ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ F10 പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വിത്തിൻ സെക്കൻഡ്സ് ഈ കാർഡ് ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്ത് നമുക്ക് വേറൊരു A4 ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനെ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഞാൻ ബോർഡർ സൈഡ് വഴി കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡർ കറക്റ്റായിട്ട് നോക്കി കട്ട് ചെയ്ത് ഈ നടുക്കൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം ലാമിനേഷൻ പൗച്ചിൽ വെച്ച് ലാമിനേറ്റ് ചെയ്യാൻ മാത്രം മതിയാവും. അതിനുശേഷം ഈ ഒരു ഫയൽ ക്ലോസ് ചെയ്യുക. സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, നോ കൊടുക്കുക. 2 ഫയലും ക്ലോസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ തന്നെ F10 ക്ലിക്ക് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആയുഷ്മാൻ്റെ ആക്ഷൻ ഫയൽ വീണ്ടും ഇതുപോലെ ഓപ്പൺ ചെയ്തില്ല. ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം 2 പ്രാവശ്യം ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ഷൻസിനെ ശ്രദ്ധിച്ചാൽ അറിയാം, 2 ആയുഷ്മാൻ്റെ 2 ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും പുതിയതായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ അതും അറിയിക്കുക. താങ്ക് യു.